നവരാത്രികാല ആഘോഷങ്ങൾക്ക് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തുടക്കമായി. ഒക്ടോബർ 2 വിജയദശമി ദിനം വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷങ്ങളാണ് ഉണ്ടാവുക. 3 വേദികളിലായി 200-ൽ പരം കലാകാരന്മാർ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമാകും. നവരാത്രികാല ആഘോഷങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കമാവുകയാണ്. ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലും നവരാത്രികാല ആഘോഷങ്ങളുടെ സജ്ജീകരണങ്ങൾ ആരംഭിച്ചു. അത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ 9 രാവും 10 പകലും നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷങ്ങളാണ് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ ഓരോ ദിവസവും ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള 3 വേദികളിൽ അവതരിപ്പിക്കും. കേരളത്തിനകത്തും അതുപോലെ തന്നെ പുറത്തുനിന്നുമുള്ള നിരവധിയായിട്ടുള്ള കലാകാരന്മാരാണ് ഈ നവരാത്രി കാലത്ത് ക്ഷേത്രത്തിൽ എത്തി അവരുടെ കലാപ്രകടനം നടത്തുവാനായി ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ധാരാളമായി ആളുകൾ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. നമുക്കറിയാം, ചോറ്റാനിക്കര ദേവിയുടെ ഒരു പ്രത്യേകത രാവിലെ സരസ്വതി ഭാവത്തിലും ഉച്ചയോടുകൂടി മഹാലക്ഷ്മി ഭാവത്തിലും തുടർന്ന് വൈകിട്ട് ദുർഗാദേവിയുടെ ഭാവത്തിലുമാണ് ഈ ചോറ്റാനിക്കര ദേവി ഇവിടെ ഭക്തർക്ക് ദർശനം നൽകുന്നത്. അതിനാൽ തന്നെ ഏറെ പ്രാധാന്യം ഈ നവരാത്രി കാലത്തുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ മറ്റ് ഉത്സവത്തിനേക്കാൾ ഉപരിയായി ഈ നവരാത്രി കാലമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നതും ഈ ഒരു നവരാത്രി കാലത്താണ്. 2-ാം തീയതി ഏകദേശം 2000 മേലെ കുട്ടികൾ ഇവിടെ വിദ്യാദേവിയുടെ മുന്നിൽ, ചോറ്റാനിക്കര ഭഗവതി മുന്നിൽ അധ്യക്ഷരം കുറിക്കും. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ദേവസ്വവും ക്ഷേത്ര ഉപദേശ സമിതിയും കൂടി ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കൂടി ഈ വർഷത്തെ ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കണം. കേരളത്തിൽ സരസ്വതി ദേവിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒരു നവരാത്രി കാലം നടത്തി വരാറുള്ളത്. ധാരാളമായിട്ടുള്ള ആളുകൾ ഈ നവരാത്രി കാലത്ത് വ്രതം നോറ്റ് അങ്ങനെ നവരാത്രി വ്രതം അനുഷ്ഠിച്ച് പിന്നീട് വിദ്യാരംഭത്തിൽ ആ ഒരു വിദ്യ അർപ്പിക്കുന്ന അല്ലെങ്കിൽ വിദ്യ തുടങ്ങുന്ന ചടങ്ങുകളോട് കൂടിയാണ് ഒരു നവരാത്രി കാലം സമാപിക്കുക. ഏതായാലും ഇന്നിപ്പോൾ അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം കേരള ജസ്റ്റിസ് നഗരേഷാണ് ഈ ഒരു നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചെയ്യുക. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.